രജത് പടിദാർ RCBയുടെ ക്യാപ്റ്റൻ. സോ എന്താണ് കാര്യമെന്ന് ഞാൻ പറയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിന് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. RCBയുടെ ക്യാപ്റ്റൻ ആരാകും? ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയുടെ പേരാണ്. അതായത് വിരാട് കോഹ്ലിയുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ RCB അവരുടെ സ്ക്വാഡ് ബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ പറ്റിയൊരു താരം RCB ഉള്ളത് വിരാട് കോഹ്ലിയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ വിരാട് കോഹ്ലിക്കാണ് വലിയ സാധ്യതകൾ. ബട്ട് രജത് പടിദാർ അതൊരു വലിയൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ രജത് പടിദാറിന് സാധ്യതകളുണ്ട് വിരാട് കോഹ്ലി അല്ലെങ്കിൽ എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലെ പെർഫോമൻസ്, അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനായതിനു ശേഷം ഏതാണ്ട് 15 മത്സരങ്ങളോളം സെയ്ദ് മുസ്താഖ് അലി അദ്ദേഹം ക്യാപ്റ്റനാണ് ഡൊമസ്റ്റിക്കിൽ. സോ അവിടെ ഏതാണ്ട് ഡൊമസ്റ്റിക് ലെവലിൽ അദ്ദേഹം 15 മത്സരം ക്യാപ്റ്റൻ, അതിൽ 12 വിജയിച്ചു, 3 മാത്രമാണ് പരാജയപ്പെടുന്നത്. വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 280 ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ രജത് പടിദാറിന് വലിയ സാധ്യതകൾ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പം പറഞ്ഞത് അദ്ദേഹം എന്താ പറയുക RCB റിട്ടേൺ ചെയ്ത് ഹാപ്പിയാണ്, ഈ RCBക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാപ്റ്റൻസിയുടെ കാര്യം അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ബട്ട് സ്റ്റിൽ വലിയ സാധ്യതകളാണ് രജത് പടിദാർ ക്യാപ്റ്റൻ ആകാനുള്ളത് വിരാട് കോഹ്ലി ആയില്ലെങ്കിൽ.